Hi everyone, welcome to Road to Bethlehem. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രവാചകനുണ്ട്. അതാരാ നിങ്ങൾക്കറിയാമോ? ഏലിയ പ്രവാചകൻ. എവിടെ നിന്നാ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? കാർമൽ മല. ഇന്ന് ഡേ 13. കാർമൽ. നമ്മൾ ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ബൈബിൾ ഭാഗം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. Our first segment, the Bible word. ഇന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന വചനഭാഗം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ വലിയ വരൾച്ചയും ക്ഷാമവും ഉണ്ടായി. അതിനു കാരണം ആഹാബ് രാജാവിന്റെ തിന്മകളായിരുന്നു. ഒരു വശത്ത് ഇസ്രായേലിന്റെ കർത്താവായ ദൈവത്തിന്റെ ബലിപീഠം തകർന്നു കിടക്കുന്നു. മറുവശത്ത് ആഹാബ് ബാൽ ദേവന് ബലിപീഠം പണിയുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ജനങ്ങളും ദൈവത്തെക്കുറിച്ച് മറന്നുപോയി കഴിഞ്ഞു. പക്ഷേ ദൈവത്തിന് അവരെ മറക്കാൻ കഴിയില്ലല്ലോ. അവിടുന്ന് ഏലിയ പ്രവാചകനെ അയക്കുന്നു. വരും കൊല്ലങ്ങളിൽ മഴ പെയ്യില്ല എന്ന് ഏലിയ പ്രവചിക്കുന്നു. അങ്ങനെ വലിയ വരൾച്ചയും ക്ഷാമവും ഉണ്ടായി. ജനമേറെ സഹിച്ചു. അപ്പോൾ പോലും അവർ ദൈവത്തിലേക്ക് തിരിയുന്നില്ല. അത്രമേൽ അവർ ദൈവത്തെ മറന്നു കളഞ്ഞിരുന്നു. വീണ്ടും ഏലിയ വരുന്നു. പിന്നെ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. യഥാർത്ഥ ദൈവം ആരാണെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്താൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ദൈവശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുത നിമിഷങ്ങൾ നമുക്കും വായിച്ചറിയാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും മഴ ഇഷ്ടമല്ല. നമ്മൾ മഴയത്ത് കുളിക്കും, കളിക്കും. നമ്മൾ മഴയെ പറ്റിയാണ് ഇന്ന് ബൈബിൾ വായിച്ചത്. നമുക്കൊരു കഥ കേൾക്കാൻ പോയാലോ? Our next segment, story time. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഥയൊക്കെ കേട്ട് ക്രിസ്മസിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? പല കാര്യങ്ങളും നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡോളി പാർട്ടനെയാണ്. ഡോളി പാർട്ടൻ ആരാന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ഒരു വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് പാട്ട് പാടും, പാട്ടുകൾ എഴുതും. അതുമാത്രമല്ല, ചില ആളുകൾക്ക് ഒന്നിലധികം ടാലൻസ് ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലില്ല, നന്നായിട്ട് പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന, സ്പോർട്സ് ചെയ്യുന്ന, നന്നായിട്ട് പഠിക്കുന്ന, നമുക്കങ്ങനെ മൾട്ടി ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു ഡോളി. പക്ഷേ ഡോളി ജനിച്ചത് ഒത്തിരി പാവപ്പെട്ട വീട്ടിലായിരുന്നു. 10ാമത്തെ വയസ്സിൽ ടെലിവിഷനിൽ പാടാൻ അവസരം കിട്ടിയ ഒരാളാണ്. പക്ഷേ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, TV കാണാൻ നിവൃത്തിയില്ല. പുസ്തകങ്ങൾ വായന ഇഷ്ടമായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു പേപ്പർ കഷ്ണോ ഒരു കുഞ്ഞു മാസിക കണ്ടു കഴിഞ്ഞാൽ കുത്തിയിരുന്ന് വായിക്കും. അങ്ങനെ അത്രയും അക്ഷരങ്ങളോട് വലിയൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഈ 10 വയസ്സ് മുതൽ പാട്ട് പാടി പിന്നെ പതുക്കെ പാട്ടുകളൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരങ്ങൾ, ഗ്രാമി അവാർഡ് ഉൾപ്പെടെയുള്ള ധാരാളം പുരസ്കാരങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഒരു നല്ലൊരു റിച്ചായിട്ട് സമ്പന്നതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡോളി ചെയ്തൊരു മനോഹരമായൊരു കാര്യം എന്തെന്നറിയാമോ? ഇമാജിനേഷൻ ലൈബ്രറി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. അതിങ്ങനെയാണ്, അവിടെ അമേരിക്കയിൽ എവിടെയെങ്കിലും, അതായത് ഡോളിയുടെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. ആ കുഞ്ഞ് പതിയെ ചിത്രങ്ങൾ കണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പുസ്തകങ്ങൾ കുഞ്ഞിന് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടികളെ വായനയിലേക്കും ഒരു ഭാവനയിലേക്കും അതിലുപരി സമൂഹത്തിൽ നല്ല വ്യക്തികളായിട്ട് വാർത്തെടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പുസ്തകങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഇമാജിനേഷൻ ലൈബ്രറി എന്ന് പറഞ്ഞൊരു വലിയ സംരംഭം. അതെനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടൊരു കാര്യമായിരുന്നു. അപ്പം ഡോളിയുടെ ഈ ഒരു എഫേർട്ടിലൂടെ 4 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ഡോളിയുടെ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട എന്താണെന്നറിയോ? നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ സങ്കടമുണ്ട്, അല്ലെങ്കിൽ പൈസ കുറവുണ്ട്, അപ്പയ്ക്ക് ജോലിയില്ല, ഇങ്ങനെ നമുക്ക് പല വിഷമതകൾ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മളങ്ങ് സങ്കടപ്പെട്ടു പോകും. പക്ഷേ ഈശോ ക്രിസ്മസിൽ നമ്മളോട് പറയുന്നത് എന്താ? പ്രത്യാശയുള്ളവരായിരിക്കും അല്ലേ? ഈശോ ആ ഇരുട്ടിലേക്ക് വെളിച്ചമായിട്ടാണ് ഈശോ വന്നത്. അപ്പം നമുക്ക് ഈ ഡോളിയുടെ ലൈഫ് അത് ഡോളിക്ക് അതുകൊണ്ട് വീട്ടിലില്ലെന്നോ അങ്ങനെ സങ്കട TV ഇല്ല, അതില്ല, ഒന്നും പരാതികളില്ലായിരുന്നു. സന്തോഷത്തോടെ അതിനെല്ലാം സ്വീകരിച്ചു.
കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തി നല്ലൊരു പൊസിഷൻ എത്തിയപ്പം അതുപോലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മ വന്നു. അവരുടെ ജീവിതത്തിൽ ഒരു സമ്മാനമായിട്ട് മാറാനായിട്ട് സാധിച്ചു. ശരിക്കും ഈ ക്രിസ്മസിൽ ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളോ പരാതികളോ പെറുപെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈശോയ്ക്കൊന്നും ഓഫർ ചെയ്തൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് സന്തോഷത്തോടെ നമുക്കും ഈ ഡോളിയെ പോലെ ഒരു റോൾ ഈ ലോകത്തുണ്ട്. അത് കണ്ടെത്തി അത് പൂർത്തീകരിക്കാനായിട്ട് നമുക്കും തയ്യാറെടുക്കാം. ചെയ്യില്ലേ നിങ്ങൾ? ബൈ. ആലിസൻറ്റി പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇമാജിനേഷൻ ലൈബ്രറി സൂപ്പർ ആയിരുന്നു അല്ലേ? നമുക്ക് ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് കാഴ്ച USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ഇന്ന് നമ്മൾ അമേരിക്കയിലെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണുന്നത്. അമേരിക്കക്കാർ വളരെ പ്രാധാന്യം നൽകുന്ന സമയമാണ് ക്രിസ്മസ്. ഡിസംബർ ആദ്യം തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ ഒരു വലിയ ജനതയായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വ്യത്യസ്തത കൊണ്ടുകൂടി ക്രിസ്മസ് വളരെ മനോഹരമാണ് അമേരിക്കയിൽ. പുറമെയുള്ള ആഘോഷങ്ങളോടൊപ്പം തന്നെ ആത്മീയമായി ഒരുങ്ങാനും പിറവിയുടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും എല്ലാ ആളുകളും താല്പര്യം കാണിക്കാറുണ്ട്. പള്ളികളിൽ വലിയ ക്രിസ്മസ് ട്രീകളും പിറവിയുടെ ദൃശ്യപ്രദർശനങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം കൊച്ചു കൊച്ചു കലാപരിപാടികളും നാടകങ്ങളും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അരങ്ങേറാറുണ്ട്. അതെല്ലാം കണ്ട് പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ആശംസകൾ നേർന്നതിന് ശേഷമാണ് ഭവനങ്ങളിലേക്ക് മടങ്ങുക. ഇവിടെയും നഗരങ്ങളും തെരുവുകളും വളരെ ഭംഗിയായി അലങ്കരിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്മസിനെ ഇവർ വരവേൽക്കുന്നത്. അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റ്സിലും വ്യത്യസ്തമായ അലങ്കാരങ്ങൾ ഉണ്ടാകുമെങ്കിലും ന്യൂയോർക്കിലെ റോക്ക് ഫെല്ലറിലെ സ്ട്രീറ്റ് ഡെക്കറേഷൻ വളരെ പ്രശസ്തമാണ്. അനേകം ആളുകൾ നയനമനോഹരമായ ഈ തെരുവുകളിലെ ക്രിസ്മസ് ഒരുക്കങ്ങൾ കാണാനായി വന്നു ചേരാറുണ്ട്. ഈ സമയത്തുള്ള കരോൾ ഗാനങ്ങളും വന്നണയുന്ന സഞ്ചാരികൾക്ക് ആനന്ദം പകരുന്ന ഒരു കാര്യമാണ്. റോക്ക് ഫെല്ലർ സ്ട്രീറ്റിലുള്ള പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലെ ഐസ് സ്കേറ്റിംഗ് റിങ്ങിൽ പങ്കെടുക്കുവാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടവും അത് നൽകുന്ന കാഴ്ച വളരെ സുന്ദരവുമാണ്. ക്രിസ്മസ് സമയത്തെ വീട് അലങ്കാരത്തിൻ്റെ കാര്യത്തിലും അമേരിക്കക്കാർ മുൻപന്തിയിലാണ്. വീടിൻ്റെ അകവും ഗാർഡനും എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായി അലങ്കരിക്കും. സാന്താക്ലോസ്, സ്നോമാൻ, റൈൻഡിയർ ഇതിൻ്റെ എല്ലാം രൂപങ്ങളാണ് അലങ്കാരത്തിൽ അധികവും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലറാണ് ക്രിസ്മസ് ആശംസാ കാർഡുകൾ അയയ്ക്കുക, സമ്മാനങ്ങൾ കൈമാറുക എന്നീ കാര്യങ്ങളൊക്കെ. അതിനെല്ലാം അവർ വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് സമയത്ത് അമേരിക്കയ്ക്ക് ഫ്രാൻസ് നൽകിയ ഒരു വലിയ സമ്മാനമുണ്ട്. കൂട്ടുകാർക്കറിയാമോ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കക്കാർ വളരെ വിലയുള്ളതായി കാണുന്നു. അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉള്ള ഒരു ആചാരമുണ്ട്. മണൽ നിറച്ച പേപ്പർ ചാക്കുകളിൽ മെഴുകുതിരികൾ വെച്ച് ക്രിസ്മസ് രാത്രിയിൽ അവരത് കത്തിക്കും. ഇതിനെ അവർ വിളിക്കുന്നത് ലുമിനാരിയോസ് എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം മറിയത്തിനും ജോസഫിനും താമസിക്കാൻ ഇടം ഇവിടെയുണ്ടെന്നും അതിനവർക്ക് നൽകുന്ന വെളിച്ചമായിട്ടുമാണ് ഇങ്ങനെ ഇവിടുത്തുകാർ ആചരിക്കുന്നത്. ക്രിസ്മസ് പിക്കിൾസ് ഉണ്ടാക്കുന്നത് അമേരിക്കക്കാരുടെ മാത്രം പ്രത്യേകതയാണ്. ഈ സമയത്തുണ്ടാക്കുന്ന പ്രത്യേക രുചിയുള്ള അച്ചാറുകൾ പരസ്പരം കൈമാറുന്നതും അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുടുംബം ഒന്നിച്ചുള്ള വലിയ ആഘോഷത്തിൻ്റെ നാളുകളാണ് അമേരിക്കക്കാർക്ക് ക്രിസ്മസ് സമയം. അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൗസിലെ ക്രിസ്മസ് ഒരുക്കങ്ങളും ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയാകാറുണ്ട്. ക്രിസ്മസ് ട്രീ കൊണ്ടും മറ്റും അലങ്കരിച്ച വൈറ്റ് ഹൗസ് കാണാൻ വളരെ മനോഹരമാണ്.
ആ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് എല്ലായ്പ്പോഴും അമേരിക്കയിലെ പ്രഥമ വനിത തന്നെയാണ്. ഇങ്ങനെയെല്ലാം കൊണ്ടും വളരെ വർണ്ണശബളമാണ് അമേരിക്കയിലെ ക്രിസ്മസ് കാഴ്ചകൾ. അഡ്വന്റ് സീസണിന്റെ 3rd വീക്കിലാണ് നമ്മൾ. ഇന്ന് നമ്മൾ പിങ്ക് കാൻഡിലാണ് ലൈറ്റ് ചെയ്യുന്നത്. ഇത് ജോയ്ഫുൾനെസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ കാരൽ ഡ്രാമ ബോയ് ആണ്. നമുക്ക് വേണ്ടി ഇന്നത്തെ കാരൽ പാടുന്നത് കുഞ്ഞ് എസക്കിയേൽ ജൂഡാണ്. ലെറ്റ്സ് മൂവ് ടു കാരൽ സിംഗിങ്. It's Christmas time. We, the family from Cochin, singing before you the story of the poor little drummer boy playing his drum for our baby Jesus. Today, the 3rd Sunday of Advent, the pink candle called the shepherd candle is being lit by my loving sister and brother, Joanne and Elijah. Lord God, let your blessings come upon us to light the candle of these wreaths. May the wreath and its light be a sign of Christ's promise to bring us salvation. We make this prayer through Christ our Lord. Amen. Come, they told me, pa-rum-pa-pum-pum, a newborn king to say, pa-rum-pa-pum-pum. Our finest gifts we bring, pa-rum-pa-pum-pum, to lay before the king, pa-rum-pa-pum-pum. Rum-pa-pum-pum, rum-pa-pum-pum. So to honor him, pa-rum-pa-pum, when we come, baby Jesus, pa-rum-pa-pum-pum. I am a poor boy too, pa-rum-pa-pum-pum. I have no gift to bring, pa-rum-pa-pum-pum, that's fit to give a king, pa-rum-pa-pum-pum, rum-pa-pum-pum, rum-pa-pum-pum. Shall I play for you, pa-rum-pa-pum-pum, on my drum, on my drum, on my drum. എസക്കിയലിന്റെ പാട്ട് എന്ത് ക്യൂട്ടും കളർഫുള്ളും ആയിരുന്നു അല്ലേ ജോ? അതെ, സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് മൂടൊന്നും കളയണ്ട, നമുക്ക് നേരെ മാർക്ക് ചെയ്യാൻ പോവാം. നമ്മൾ മാർക്ക് ചെയ്യേണ്ട സ്ഥലം കാർമൽ. വാ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. ഡോളി പാട്ടിന്റെ ഡ്രീം ആയിരുന്നു ഇമാജിനേഷൻ ലൈബ്രറി. നമുക്കും ഉണ്ടാവില്ലേ ഡ്രീം? നമുക്ക് ഡയറിയിൽ എഴുതാം നമ്മുടെ ഡ്രീം. ഇന്നലെ നൽകിയ ചോദ്യത്തിനുള്ള ഉത്തരം: നിന്റെ പുത്രൻ ഒരു ദേവാലയം പണിയും എന്ന വാഗ്ദാനം. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിജയി: ഫിലിപ്പ് സെബാസ്റ്റ്യൻ, G3, സപ്താർഷി സാരണി, ബിദ്ധാനഗർ, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. നിങ്ങൾ കാത്തിരിക്കുന്ന ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏലിയയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ എന്താണ് ജനം പറഞ്ഞത്? ഞാൻ നിങ്ങളോടും പറയാം. ഏലിയയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ എന്താണ് ജനം പറഞ്ഞത്? വേഗമാവട്ടെ, ഉത്തരങ്ങൾ അയക്കാം. ഉത്തരങ്ങൾ അയക്കാൻ നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605818881. നമ്മൾ 13 days കംപ്ലീറ്റ് ചെയ്തു. നാളെ 14th നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കുക. അതുവരേക്കും
ബൈ.